തിരുഹൃദയമേ, തീരാത്ത സ്നേഹമേ, ആകാശം പോലല്ലോ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ വളരാൻ അനുവദിക്കുന്ന കാര്യങ്ങൾ, അത് കയ്പാണെങ്കിലും മധുരമുള്ളതാണെങ്കിലും, അതൊരു വിത്താണ്. വിത്തായിട്ട് മാത്രം നിലനിൽക്കുന്നില്ല. അത് പതിയെ മുളപൊട്ടും, അതിൻ്റെ വേരുകൾ പതിയെ താഴ്ന്നിറങ്ങും, അത് പതിയെ വളരും, അതിനകത്ത് നല്ല ഫലങ്ങളൊക്കെ ഉണ്ടാകും. ഞാൻ എൻ്റെ ഹൃദയത്തിൽ കയ്പിൻ്റെ അനുഭവമാണ്, വെറുപ്പിൻ്റെ അനുഭവമാണ് വളരാൻ അനുവദിക്കുന്നതെങ്കിൽ അത് പതിയെ പതിയെ എൻ്റെ ശീലങ്ങളായിട്ട് മാറും, അതെൻ്റെ സ്വഭാവമായിട്ട് മാറും, അത് ഞാൻ തന്നെയായിട്ട് പതിയെ രൂപാന്തരപ്പെടാണ്. പിന്നീട് എൻ്റെ മുന്നിൽ വരുന്നവരെ ഞാൻ നോക്കുക ആ വെറുപ്പിൻ്റെ കണ്ണുകളിലൂടെയാണ്. ഞാൻ എൻ്റെ മനസ്സിൽ നന്മകളാണ്, കാരുണ്യമാണ് വളരാൻ അനുവദിക്കുന്നതെങ്കിൽ അതും എൻ്റെ ശീലങ്ങളായിട്ട് മാറുകയാണ്. അങ്ങനെയുള്ള ഞാൻ മറ്റുള്ളവർ എൻ്റെ മുമ്പിൽ വരുമ്പോൾ അവർക്ക് പതിയെ ഒരു തണലായിട്ട് മാറും, അവർക്ക് സ്നേഹത്തിൻ്റെ ഒരു അനുഭവമായിട്ട് മാറും. പരിശുദ്ധ അമ്മയുടെ ജീവിതം അങ്ങനെ തന്നെയായിരുന്നു. എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചവളാണ് പരിശുദ്ധ അമ്മ. അമ്മയെ സംബന്ധിച്ച് ഈശോ തൻ്റെ ജീവിതത്തിലേക്ക് പുതിയ സുഹൃത്തുക്കളെ കൊണ്ടുവരുന്നുണ്ട്. അവർ 3 വർഷത്തോളം ആ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു. സ്വന്തം മക്കളെപ്പോലെ പരിശുദ്ധ അമ്മ അവരെ നോക്കി, അവരെ ആശ്വസിപ്പിച്ചു, അവരുടെ സങ്കടങ്ങൾ കേട്ടു, അവരുടെ മുറിവുകളൊക്കെ വെച്ച് കെട്ടുന്നുണ്ട്, അവരുടെ പരാതികൾ കേൾക്കുന്നുണ്ട്, അവർക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുന്നുണ്ട്. എവിടെ പോയാലും പരിശുദ്ധ അമ്മ അവരുടെ കൂടെയുണ്ട്. പക്ഷേ തൻ്റെ മകന് അവൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം വന്നപ്പോൾ, ഒരു പ്രതിസന്ധി വന്നപ്പോൾ ഈ മക്കളെപ്പോലെ കണ്ടവരൊക്കെ ഓടി ഒളിക്കുന്നുണ്ട്. ചിലർ യേശുവിനെ തള്ളി പറയുന്നുണ്ട്, ഒറ്റ കൊടുക്കുന്നുണ്ട്. എന്നിട്ടും ആ സെഹ്യോനൂട്ടുശാലയിൽ പരിശുദ്ധ അമ്മ ഈ മക്കളെ ഒരുമിച്ച് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ഒരുമിച്ച് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ മക്കളുടെ ജീവിതത്തിൽ പെന്തക്കുസ്ത അനുഭവം വരാണ്, പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ വരാണ്. അതിന് ഈ അമ്മയെ പ്രാപ്തമാക്കിയത് ആ ഹൃദയത്തിൽ സൂക്ഷിച്ച നന്മയുള്ള കാര്യങ്ങളായിരുന്നു. ഒരു അമ്മ തൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ വളർത്തുമ്പോൾ ആ കുഞ്ഞാദ്യമായി ഈ ലോകത്തിലേക്ക് വരുന്നത് ഒരു മുറിവിൻ്റെ അനുഭവമായിട്ടാണ്. അവിടെ തൻ്റെ പൊക്കിൾക്കൊടി മുറിയപ്പെടുമ്പോൾ ആ ഒരു കുഞ്ഞ് ആ ഒരു മുറിവിലൂടെ പുതിയൊരു ജന്മത്തിലേക്ക്, പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ്. ആ മുറിയപ്പെടുന്ന അനുഭവത്തിലൂടെ ആ ഒരു സ്ത്രീ ഒരു മാതൃത്വത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എവിടെയും മുറിയപ്പെടുന്ന ഒരു അനുഭവത്തിലാണ് പുതിയ ജീവിതങ്ങൾ ഉത്ഭവിക്കുന്നത്. ഈശോയുടെ തിരുഹൃദയം മുറിയപ്പെട്ടതാണ്. ആ മുറിവിൽ നിന്ന് ഒഴുകിയ ജീവൻ്റെ നീരും ചുടുചോരയും അത് സ്വീകരിക്കുമ്പോൾ അവിടെയും ഒരു സൗഖ്യം സംഭവിക്കുന്നുണ്ട്, അറിയാതെ പോലും സംഭവിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, മുറിയപ്പെടുന്ന ആ ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്നിരിക്കാൻ ഈ ഒരു തിരുഹൃദയ തിരുനാളും അതിൻ്റെ ഓർമ്മകളും നമുക്ക് സാധ്യതമാകട്ടെ. ആമേൻ.